അടിമാലിയിൽ മോഷണ ശ്രമത്തിനിടെ വയോധികയെ കഴുത്തറുത്തു കൊന്ന കേസിലെ പ്രതികൾ പിടിയിലായി. പാലക്കാട് നിന്നാണ് പ്രതികളായ KJ അലക്സ്, കവിത എന്നിവരെ പിടികൂടിയത്. ഇരുവരും കൊല്ലം കിളികൊല്ലൂർ സ്വദേശികളാണ്. മോഷണം മുതൽ പണയം വെച്ച അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് പ്രതികളിലേക്കുള്ള സൂചന ലഭിച്ചത്. വീട് വാടകയ്ക്കെടുക്കാനെന്ന വ്യാജേനയാണ് പ്രതികളായ കവിതയും KJ അലക്സും അടിമാലിയിലെത്തിയത്. ഫാത്തിമ കാസിമിന്റെ വീട്ടിലെത്തിയ പ്രതികൾ ഇന്നലെ പകൽ 11 മണിക്കും 4 മണിക്കുമിടയിലുള്ള സമയത്ത് കൊലപാതകം നടത്തി. സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. കൊലപാതകത്തിന് ശേഷം മുറിക്കുള്ളിൽ മുളകുപൊടിയും വിതറി. വൈകിട്ട് തന്നെ മോഷണം മുതൽ അടിമാലിയിൽ പണയം വെച്ച് പണമാക്കി പ്രതികൾ ജില്ലാ അതിർത്തി വിട്ടു. നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. തുടർന്നാണ് ധനകാര്യ സ്ഥാപനത്തിൽ പോലീസ് എത്തുന്നത്. തെറ്റായ പേര് വിവരങ്ങളാണ് പ്രതികൾ ധനകാര്യ സ്ഥാപനത്തിൽ നൽകിയിരുന്നത്. പക്ഷേ ഫോൺ നമ്പറിൽ കുടുങ്ങി. പണയം വെച്ചപ്പോൾ OTP ലഭിക്കുന്നതിനായി നൽകിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് അടിമാലി പോലീസ് പ്രതികളിലേക്കെത്തിയത്. പാലക്കാട് നിന്ന് പിടികൂടിയ കൊലയാളികളെ അടിമാലിയിലെത്തിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം ഫാത്തിമയുടെ മകൻ സുബൈർ എത്തുമ്പോഴാണ് നാടിനെ നടുക്കിയ അരും കൊല പുറം ലോകമറിഞ്ഞത്. അടിമാലി കുര്യൻസ് ഹോസ്പിറ്റലിന്റെ മുകൾ ഭാഗത്ത് പുല്ലാരി കുന്നിന്റെ ഭാഗത്താണ് വീട്ടമ്മയെ പരാതിക്കുള്ള ഉമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് എന്നോട് എത്തി സംശയപരമായിട്ടൊരു സാഹചര്യത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകം നടന്ന 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ പ്രതികളെ പിടികൂടിയത് പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.